أيها الأصدقاء السلام عليكم ورحمة الله. أرحبكم جميعا إلى حلقة جديدة من دروسنا اللغة العربية. ندخل اليوم إلى الوحدة الثالثة من كتابنا المقرر. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നു മുതൽ മൂന്നാമത്തെ യൂണിറ്റാണ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്മുൽ വഹ്ദ അസ്ഹാബുല്ലൗ. യൂണിറ്റിൻ്റെ പേര് അസ്ഹാബുല്ലൗ. തളമ്മുന ഹാദിഹിൽ വഹ്ദ അർബഅത ഫുസൂലിൻ. ഈ യൂണിറ്റിൽ 4 പാഠങ്ങളാണുള്ളത്. ഏതൊക്കെ? ഒന്നാമത്തേത് ഹാമിലുദ് ദഖീഖ്, അൽ ഔസാഫുൽ ഇൻസാനിയ, അൽ ബദറുൽ മുനീർ, കുല്ലുന സവാ. ഇങ്ങനെ 4 പാഠങ്ങളാണ് ഈ യൂണിറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അയ്യുഹൽ അസ്ദിഖാ, ഹൽ തഅരിഫൂന മനി സ്വഹാബ? ആർക്കാ സ്വഹാബികൾ എന്ന് പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർക്കാണ് എന്ത് പറയുന്നത്? സഹാബികൾ എന്ന് പറയുന്നത്. ഓക്കെ, നഅരിഫു ബഅദ മിൻഹു. ചില സഹാബികളുടെ പേരൊക്കെ നമുക്കറിയാം. ആരൊക്കെയാണ്? ആരൊക്കെയാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. സുമ്മ മൻ? ഉമർ ബിൻ ഖത്താബ്. അയ്വ. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. കസീർ അല്ലേ, ഒരുപാട് സഹാബികളുണ്ട്. ഒരുപാട് സഹാബികളുടെ ജീവചരിത്രം നാം പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 10 സഹാബികളുടെ പേര് നിങ്ങളുടെ നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തുക. വ അഖ്ലാഖുഹും മഹ്മൂദ വസിഫാത്തുഹും കസീറ. വളരെ ഉന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമകളായിരുന്നു അവരൊക്കെ. അതുപോലെ തന്നെ ഒരുപാട് വിശേഷണങ്ങളുള്ള, ഒരുപാട് സിഫത്തുകളുമുള്ള ആളുകളായിരുന്നു ഈ സഹാബികളൊക്കെ. വ കസീറമ്മ നസ്മഉ അൻ ഹയാത്തിഹിം വ ഖിസ്സത്തിഹിം. ഒരുപാട് സഹാബികളുടെ കഥകളും അവരുടെ ജീവചരിത്രങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചും ഉമർ റളിയല്ലാഹുവിൻ്റെ നീതിയെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകളാണ് നമ്മളൊക്കെ. താഴെ ക്ലാസ്സുകളിൽ നിന്നൊക്കെ ഒരുപാട് കഥകൾ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് പഠിച്ച, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട കഥകൾ, ഏതെങ്കിലും ഒരു കഥ അറബിയിലുള്ളത് അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക, രേഖപ്പെടുത്തുക. നമ്മുടെ പാഠം ഉമർ റളിയല്ലാഹുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ കഥകൾ കൂട്ടുകാരെ കണ്ടെത്തുക, അത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തുക. ഉമർ റളിയല്ലാഹുവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു പട്ടികയാണ് നമ്മുടെ പാഠത്തിൻ്റെ ആമുഖമായി നൽകിയിരിക്കുന്നത്. ആരായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ? ഒന്ന്, അദ്ദേഹം ആദിലായിരുന്നു. മാതൃകയായിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട്, ആദിൽ, നീതിമാനായിരുന്നു. മറ്റൊരു സ്വഭാവ ഗുണം പറഞ്ഞാട്ടെ, സാദിഖുൻ, സത്യസന്ധനാണ്. സുമ്മമാല. അങ്ങനെ ഒരുപാട് സ്വഭാവ ഗുണങ്ങളുള്ള മഹാനായ ഒരു സഹാബി വര്യനായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 42-ാമത്തെ പേജിൽ ഒരു പട്ടിക കൊടുക്കുന്നുണ്ട്, ഉമർ ബിൻ ഖത്താബ്. എന്നിട്ട് ആവശ്യപ്പെടുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സവിശേഷമായ സ്വഭാവ ഗുണങ്ങൾ അത് രേഖപ്പെടുത്താണ്. ഒന്ന് അതിൽ കൊടുത്തു, ആദിലുൻ. മറ്റു സ്വഭാവ ഗുണങ്ങൾ കണ്ടെത്തി കൂട്ടുകാർ നമ്മുടെ ആ കോളത്തിൽ എഴുതുക. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഒരു കഥയാണ് നമ്മുടെ പാഠഭാഗമായി വരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ പാഠം പഠിച്ചു തുടങ്ങാം. ഇലാ ലിഖാഇൻ ആഖർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.